ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് വീഡിയോസാണ്. ഷിബായിനുവിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഓക്കെ, പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു. ഓക്കെ, ഷിബായിനു ഒരു 5-6 മാസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്താണ് പറഞ്ഞേക്കുന്നത്. അതിലും അല്ലാതെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. കുറേ അൺവാണ്ടഡ് മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 0 ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് ഷിബായിനുവിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ബൈനാൻസിനകത്ത് 0.4029 ആണ് ഇപ്പോൾ കറൻറ്റ് ഈ ടൈമിൽ തന്നെ. 30 വരെ പോയിട്ടുണ്ട്. 0 കഴിഞ്ഞിട്ട് 403 അല്ലെങ്കിൽ 29. ഓക്കെ, ഇപ്പോൾ ഓൾ ടൈം ഹൈ നമുക്കറിയാം 0.408 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഖ്യയെ റെസിസ്റ്റൻസ് ചെയ്ത് മേളിലോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ സപ്പോർട്ട് നിൽക്കുന്നത് 2029 ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് 0. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 0.505 വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിയർ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. $1 അടുപ്പിച്ച് അതൊക്കെ ആ ഒരു ലെവലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ബൈ ചെയ്ത് ഇപ്പോഴും വെച്ചിരിക്കുന്നവർ ബുൾ റണ്ണ് സ്റ്റാർട്ടാവുന്ന ടൈമിൽ. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് ബുൾ റണ്ണിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒരു 5x അല്ലെങ്കിൽ 8x എങ്കിലും നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് ഈ ടൈം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഷിബായിനുവിൽ ഒരു 8 അല്ലെങ്കിൽ $10 വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ബൈ ചെയ്ത് വയ്ക്കാം. ഫ്യൂച്ചറിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേഷൻ പറയാം. എതേറിയത്തിൻ്റെ വെരിഫൈ ചെയ്യുന്ന അതേ ടീം തന്നെയാണ് ഷിബായിനുവിൻ്റെ ഇത് ഇപ്പോൾ കോൺട്രാക്റ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷിബായിനു നല്ല ബുള്ളിലേക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസ് 20 കട്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട് കൂടുതലായിട്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഷിബായിനുവിന് ഇത്ര ഇത് ഡീപ്പായിട്ട് പറയുന്നതിന് കാരണം ഡോജ് കോയിൻ്റെ പ്രൈസ് നെർവസ് സിസ്റ്റമായിട്ട് അപ്ഡേഷൻസ് വരുമ്പോൾ എലോൺ മസ്കിൻ്റെ ടെസ്ല ആൻഡ് ട്വിറ്ററിൻ്റെ പേയ്മെൻറ്റുമായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഡോജ് കോയിൻ പമ്പാകുമ്പോൾ ഷിബായിനുവിൻ്റെ പമ്പിങ് വരും. ഓക്കെ, ആൻഡ് പിന്നെ കുറേ വിദേശ രാജ്യങ്ങളിൽ ഈ മാർക്കറ്റ് ഡൗൺ വരുന്ന സമയത്ത് പല ഷോപ്പുകൾ ഷിബായിനു അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ന്യൂസൊക്കെ വിട്ടാണ് ഇവർ മാക്സിമം ഷിബായിനുവിനെ പ്രൈസ് താഴോട്ട് പോകാതെ കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഡോജ് കോയിൻ ആൻഡ് ഷിബായിനുവിനെ കാണാം. ഡോജ് കോയിൻ വന്നിട്ട് എങ്ങനെ പോയാലും $1 മുകളിലേക്ക് പോകും. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. ഡോജ് കോയിൻസ് അക്യുമുലേഷൻ ചെയ്യുന്നവർക്ക് ബൈ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഷിബായിനു. നാളെ മറ്റൊരു വീഡിയോസും ഉണ്ട്. ഓക്കെ.